अस्सलाम वालेकुम व्यूअर्स, मैं हूं मोहम्मद सज्जाद सुपर चैनल के प्रोग्राम से और आज हमारे साथ हैं ये भी अभिलाष जो पैन इंडिया के डायरेक्टर हैं। आज हम केरला में IFFK के फिल्मी दौरे पर हैं और आज हम ये भी अभिलाष से कुछ सवालात करेंगे। This is my third movie, a pan-Indian story. In this movie, I'm trying to tell a different story about the Indian family. Actually, it's not happened anywhere in India. It maybe happens. Yes. Any family in India. That is the main plot in the movie. Actually, I was not prepared anything about a story. In this movie, I am trying to tell a story like inner relations in our Indian families. So I am trying to tell. I am going to use a boy for storytelling. കഥ പറയുമ്പോഴുള്ള ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. Tell me about your movie in Malayalam. What is the script and what is the story? How you got this idea? മലയാളം. Yes. ഈ സിനിമ ഒരു കുഞ്ഞു സിനിമയാണ്. എനിക്ക് നമ്മൾ സിനിമ ചെയ്യുക എന്നുള്ളതല്ലാതെ I can't speak more about my movie after finish the movie. I believe a Tamil dialogue. நம்ம பேசக்கூடாது, நம்ம படம் தான் பேசணும். What is that? Can you repeat in English? We never speak about our movie. Movie will Tell the all thing. Yes. Got it. That is my policy. Okay. What is your expectation about this film? நம்ம பேசக்கூடாது, நம்ம படம் தான் பேசணும். Can I start to give it to Dharmajan Bodhati? Sohan Similar sir to give it to producer Fahad Sadiq. And we also request Kuku Parameshwar ma'am to give it to the producer Faiz Mohammed. Sohan sir, please give it to Fahad Sadiq, producer. The Q&A session is going to start. If you have any questions, please raise your hands. The microphone will reach you. Question answer ചോദ്യോത്തരവേള ഉടൻ ആരംഭിക്കുന്നതാണ്. ചോദ്യമുള്ളവർ ദയവായി കൈ ഉയർത്തുക. മൈക്രോഫോൺ നിങ്ങളുടെ അടുത്തുള്ളതായിരിക്കും. Namaskar. It was a very wonderful film. We all enjoyed. The first time Malayalam we are seeing this isn't clear. പയ്യൻ കേൾക്കുന്ന ശബ്ദം, മോട്ടോടുന്ന ശബ്ദം കേൾക്കുന്നത് പെൺപ്രവേശം കാണിക്കുന്നുണ്ട്. സോ അത് പിന്നെ അത് ലിങ്കായിട്ടൊന്നും അറിയുന്നില്ല. എന്താണ് അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത്? ആ ശബ്ദം സത്യത്തിൽ അതാ അതിൻ്റെ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം എന്ന് കേട്ട് ഞാൻ ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അത് വർക്കൗട്ട് അതിന്റെ ഒരു ഒബ്സർവേഷന്റെ പ്രശ്നമാണ് കൂടുതലല്ല. കഴിഞ്ഞ ക്യൂആൻഡിൽ ഒരു ടോപ്പിക് വന്നു. അപ്പൊ ഞാൻ വർക്കൗട്ടേക്കാണ്. Hi. Hello, sir. Hi. Hi. I have a question. So, what was the inspiration behind this storyline? ഞാനിത് മലയാളത്തിൽ പറയും. കണ്ടിന്യൂസ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇംഗ്ലീഷിൽ. എൻ്റെ മകനാണ് എൻ്റെ ഇൻസ്പിറേഷൻ.
ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് 3 വയസ്സേ ഉള്ളൂ. അല്ല, ഈ കഥ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് 3 വയസ്സേ ഉള്ളൂ. ഞാനിത് വീട്ടിലിരുന്ന് എൻ്റെ കൂട്ടുകാരനെ ക്വസ്റ്റ്യൻ പഠിച്ച കൂട്ടുകാരുടെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ഫോണിലൂടെ നമ്മൾ പറയുമല്ലോ, ക്വസ്റ്റ്യൻ പഠിച്ച കൂട്ടുകാരുടെ ഫോണിൽ വിളിക്കുമ്പോൾ ഈ പടാ പട്ടി എന്നൊക്കെ പറയുമല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ 3 വയസ്സുള്ള മോൻ എങ്ങനെ വിളിച്ചു. അപ്പോൾ എനിക്കൊരു സാധനം കിട്ടി. ഇതിലൊരു സാധനം ഉണ്ടല്ലോ എന്ന് ചിന്ത വന്നിട്ട് ഞാൻ ചെയ്ത പ്രോണം ചെറുകഥയായിട്ട് ചെയ്യാൻ വിചാരിച്ചാണ്. പക്ഷെ ചെറുകഥയേക്കാൾ കൂടുതൽ സിനിമയായിട്ട് നന്നായിരിക്കും എന്നൊരു തോന്നലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുകൊണ്ട് നടന്നത്. ഹലോ സർ. സർ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു പ്ലോട്ട് എടുത്തതിന് വലിയൊരു താങ്ക്സ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഫേക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ശരിക്കും ഒബ്സർവ് ചെയ്യുന്ന കുട്ടികളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കസിൻസിൻ്റെ ഒക്കെ കുട്ടികളുടെ അടുത്ത് ഇടപെടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അത് സ്ക്രീനിൽ കണ്ടു. നമ്മുടെ ശരിക്കുള്ള ക്യാരക്ടറും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഫേക്ക് ചെയ്യുന്നൊരു ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് സ്ക്രീനിൽ കണ്ടു. പിന്നെ അതുപോലെ വിഷ്ണു ചേട്ടൻ്റെ ക്യാരക്ടർ അത് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമായിട്ട് തോന്നി. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു താങ്ക്സ്. ഒരു റിക്വസ്റ്റ് ഉള്ളത്, അതിമുഖമാണ് എന്തായാലും പറയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് പറയാൻ കേട്ടോ. പട്ട് പറ്റി സോഷ്യൽ മീഡിയ ഒക്കെ എഴുതിയാൽ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ IF കാണാത്ത ഒത്തിരിക്കാർ കാണുക. അപ്പൊ അതിന് വലിയ സാധ്യതയില്ല. അതുകൊണ്ടാണ്. ഹലോ സർ, എൻ്റെ പേര് എനിക്ക് വിഷ്ണു ചേട്ടനാണ് ചോദിക്കേണ്ടത്. ചേട്ടന് ഈ ക്യാരക്ടറിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും പ്രിഫറൻസോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ എന്തെങ്കിലും ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ ഏത് രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എന്നെ കൊള്ളാം. എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ റെഫറൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അഭിലാഷേന് അത് ഓക്കെ ആയിരുന്നു. ഇതിൻ്റെ ഒരു ലൈൻ പറഞ്ഞു, കഥയുടെ ഒരു ലൈൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആദ്യം കഥയിൽ ഇത്ര ഉണ്ടായില്ല എൻ്റെ ക്യാരക്ടർ, കുറച്ചും കൂടി അതിനുശേഷം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല രസമുണ്ട് ആ ക്യാരക്ടർ, ഭയങ്കര നന്നായിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു. ഈ സിനിമയില് വന്നത് ആക്ച്വലി വിഷ്ണു ഒരു ഗസ്റ്റ് റോളിലേക്ക് വിളിച്ചതാണ്. ഇപ്പോഴും പുള്ളി കാര്യം വിളിച്ചിട്ടില്ല. അതായത് ഈ പടത്തിൽ ഗസ്റ്റ് റോളിൽ വിളിച്ചതാണ്. ആ ഒരു പയ്യൻ വന്നിട്ട് ക്രിക്കറ്റ് ബാറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന പയ്യന്റെ വേഷം ചെയ്യാനാണ് ഞാൻ ഇഷ്ടം. ഒരു ദിവസത്തേക്കൊന്നും അത് വിളിച്ചത്. അപ്പം കഥ എങ്ങനെ ഞാൻ കഥ എന്താ ഞാൻ എന്റെ പടത്തിലുള്ള കന്യാവിടെ ഞങ്ങൾ വിളിച്ചാൽ ചെയ്ത സഭാഷണ ദിവസം. അപ്പൊ ആ ഇഷ്ടം എന്ന് പറയുന്നത് ചോദിച്ചാൽ എന്റെ പടത്തിലെ കഥയെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ കഥ പറഞ്ഞിട്ട് ലീഡ് ആരാ ചെയ്യണമെന്ന് ചോദിച്ചു. അതായത് ഈ മുരളിയുടെ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പുതിയ പിള്ളേരാണെങ്കിൽ വെക്കണം, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ചെറിയ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അതിനകത്ത് ഞാൻ ചെയ്യാൻ ചേട്ടാ. ഞാൻ പറഞ്ഞു അവരങ്ങനെ സഹകരിച്ച് ഇങ്ങോട്ട് വന്ന് സാധാരണ അവൻ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ അങ്ങനെ നോക്കാതെ എന്നാലും ചിത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ സഹകരിച്ച് ഭയങ്കരമായിട്ട് സഹകരിച്ച് ചെയ്ത പടമാണ്. ഞാൻ ഇടയ്ക്ക് പറയുന്നില്ല, ധർമ്മചേട്ടൻ പിന്നെ ജോണി അന്വേഷിച്ചേട്ടൻ ഇവരൊക്കെ ഇതൊക്കെ എന്റെ സിനിമ ഇത് സഹകരിക്കണമെന്നുള്ള താല്പര്യത്തിൽ ഇവർ വന്ന് വർക്ക് ചെയ്തു. അത് ഈ പ്രൊഡ്യൂസറെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം കണ്ടിട്ട് വന്ന് എന്നെ ഒന്ന് പരിചയപ്പെടാൻ IF വന്ന ഒരാളാണ് കഴിഞ്ഞ 2 വർഷം. അതിന് ഇഷ്ടപ്പെട്ടു. അപ്പം US-ലാണ് പുള്ളി വന്നിട്ട് പുള്ളി ആക്ച്വലി ബേസിക്കലി ആക്ടറാണ്. സിനിമകളിലൊക്കെ അഭിനയിച്ച ആളാണ്. പക്ഷെ ഈ സിനിമയിലെത്തിയപ്പോൾ ഇതിൽ പുള്ളി പൈസ മുടക്കിയിട്ടും ഇതിൽ ഒരു തരത്തിലും വേഷം പുള്ളി ചോദിച്ചില്ല. ഫുൾ ആയിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് പുള്ളി ഒരു വേഷം ചെയ്യാൻ. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് പുള്ളി ഞാൻ വേഷം ചെയ്തത്. അപ്പം എല്ലാ തരത്തിലും ഫ്രീഡം തന്ന് ഇന്നൊരു പ്രൊഡ്യൂസറാണ് പറഞ്ഞത്. ധർമ്മേണന്റെ കാര്യം പറഞ്ഞു. ധർമ്മേണൻ ഭയങ്കരമായിട്ട് നമ്മുടെ സാധാരണ ചെയ്യുന്നതിനൊക്കെ മാറിയിട്ടുള്ള വേഷം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ധർമ്മേണൻ എന്താണ് കഥയെന്ന് മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്തോഷമുള്ള വേദിയാണ്. ആദ്യമായിട്ടാണ് IFFK പങ്കെടുക്കുന്നത്. ഇത് കേൾക്കുന്നത്
ഞാൻ ആലോചിച്ചിടത്തോളം ഞാനിതിന് പോണതിനെ പറ്റി വിഷ്ണുവിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ശബരിമല പോകുന്ന സഞ്ചി അത്യാവശ്യം മൂശാൻ താടിയൊക്കെ വെച്ചിട്ട് വേണം ഇങ്ങനെ പോലെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരുപാട് മാറി. എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാന അവാർഡ് സമിതി ഈ സിനിമ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വിഷ്ണുവിൻ്റെ പ്രകടനം അത്രയ്ക്ക് ഭംഗിയായിട്ട് ഉള്ള സംഭവമായിരുന്നു. അല്ലേ, എനിക്ക് പറയാനുള്ള എൻ്റെ നിലപാടുകൾ ഞാൻ പറയുന്നേ ഉള്ളൂ. അതൊക്കെ പഠിക്കുന്നതായിരുന്നു. എന്തോ ശ്രദ്ധിച്ചില്ല എന്തോന്നും എല്ലാം കൊണ്ടും അഭിലാഷേട്ടൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതും ഇത് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. സിനിമ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ചേട്ടൻ്റെ വേഷമാണ്. അതാണ് ഇങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലാതെ ഒരു പിടുത്തവും കിട്ടിയില്ല. ഇങ്ങനെ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ സിനിമ മനസ്സിലായത്. സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊരു ഐഡിയ ഏറ്റവും കാര്യം പറഞ്ഞു ആ വെളി പോയി പറയുന്നത് അത് അങ്ങനെയാണ്. ഓരോ ജൂറിയെ നമ്മൾ ബഹുമാനിക്കണം. അത് ജൂറി തീരുമാനമായിട്ട് മാത്രം നമ്മൾ കാണണം. പിന്നെ വ്യക്തിപരമായിട്ട് ഒരു വിഷമമുണ്ടാവും. ആ വിഷമമാണ് തന്നെയാണ് ഞാൻ കയ്യിൻ്റെ കാര്യത്തിലാണെങ്കിലും വിഷ്ണുവിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ അത് സ്വാഭാവികമായിട്ട് അത് നമ്മൾ അതിനകത്ത് ആരെയും കുറ്റം അത് ജൂറിയാണ്. ആ ജൂറി ഒരുപാട് വ്യക്തികൾ ചേർന്ന് അവർക്ക് അവർ കൂട്ടാൻ എന്നൊരു ഉള്ളൂ. വിസ്മയ പിന്നെ ഋതുപർണ വിസ്മയ പുതിയ ആളാണ്. പുള്ളിക്കാർക്ക് പുതിയ ആളാണ്. ഏറ്റവും നന്നായി ശ്രദ്ധിച്ചു. പുള്ളിക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു. വിസ്മയക്ക് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. പിന്നെ അഭിലാഷം പറഞ്ഞതുപോലെ 2 വർഷം മുമ്പ് IFFK വേദിയിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് പരിചയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് കണ്ടിട്ട് അതില് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ നാടുകളിലും നാട്ടിൻപുറങ്ങളിലും പണ്ട് നടന്നിരുന്ന ഒരു കഥ കാണിച്ച് എനിക്കത് ഞാൻ US നിന്നാണ് അത് കണ്ടത്. ഞാനൊരു മെസ്സേജ് അയക്കുകയും ഞങ്ങൾ തമ്മിൽ പിന്നെ നാട്ടിൽ വരുമ്പോൾ മീറ്റ് ചെയ്യുന്ന IFFK-യിലാണ്. 2 വർഷത്തിന് ശേഷം ഇന്നിവിടെ നിൽക്കുന്നത് ദൈവാനുഗ്രഹം. പിന്നെ ടു നോൺ മലയാളം സ്പീക്കിംഗ് ഓഡിയൻസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ this movie is basically a reflection towards our society today. And as adults, what we do in our homes is going to be watched by our kids. അവരാണ് നാളത്തെ എന്താ പറയുക ഫ്യൂച്ചർ സിറ്റിസൻസ്. അപ്പം ബി കെയർഫുൾ വാട്ട് യു സേ, വാട്ട് യു ഡു. ഇതെല്ലാം അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വിഷ്ണു, ധർമ്മഞ്ചേട്ടൻ, രമ്യ സുരേഷ് വന്നിട്ടില്ല. ശൈലജ അമ്പു, ജോണി ചേട്ടൻ, വിസ്മയ, ഋതുപർണ, പാർവണ ഇവരെല്ലാവരും നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അഭിലാഷ് ചേട്ടൻ ഒരു വണ്ടർഫുൾ ഫിലിം മേക്കറാണ്. പുള്ളിയുടെ 3ാമത്തെ പടമാണ്. 30 പടം വരെ ചെയ്യാൻ ഉള്ള കണ്ടന്റും കഥയും പുള്ളിയുടെ കയ്യിലുണ്ട്. അത് കൂടുതലും പുള്ളിയുടെ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ പുള്ളിയെ സമീപിക്കുക. എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ക്യൂലാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ സ്റ്റേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വിഷ്ണു ഒരു അമേസിങ് ആക്ടറാണ്. വിഷ്ണുവിനെ പോലെ ഒരു ആക്ടർ മലയാളത്തിലുള്ളത് നിങ്ങൾ പലരും യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിൽ കൂടുതൽ. പിന്നെ ധർമ്മൻ ചേട്ടനും ഈ പറഞ്ഞതുപോലെ വളരെ നന്നായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്തായിരുന്നു. സോ ഓവറോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ സോറി ഡാമേജ് മിസ് ചെയ്തു പോയി. പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല. തുടർന്നും പ്രോജക്റ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരു ചെറിയ ടീമാണ്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഒരു പേര് വിട്ടുപോയി, അതുകൂടെ ഒന്ന് പറയണമെന്നുണ്ട്. ഈ സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ച ഭൂമി എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. ഇതിന്റെ പശ്ചാത്തല സംഗീതം കൃത്യമായിട്ട് ഈ സിനിമയ്ക്ക് ആ മൂഡ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഭൂമിക്ക് ഇവിടെ വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ പേടി കാരണം വരാത്തതാണ് ഭൂമി. ഞാൻ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് എനിക്ക് പേടിയായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി ഒരുപാട് പേരെ കുട്ടിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഭൂമി എന്നാണ് പേര്. ഭൂമി കുടുക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഒരു നല്ല പാട്ടൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റായ പാട്ടൊക്കെ ചെയ്തതാണ്. എല്ലാവരും സിനിമ കണ്ടതിൽ ഭയങ്കര സന്തോഷം.